ഹായ്. സുഭാഷ് കെ രാജ് ഡയറക്ട് ചെയ്ത് അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ ഇവര് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ച ബ്ലാസ്റ്റ് എന്ന തമിഴ് സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമ OTT വന്നിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സിൽ കാണാത്തുണ്ടെങ്കിൽ കണ്ടോ. അപ്പോൾ ആ ഒരു സിനിമയുടെ അഭിപ്രായമാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഇതിലെ നമ്മുടെ ഡയറക്ടർ സുഭാഷ് കെ രാജ് ഇവര് മൂന്നാളെ നല്ലോണം പണിയെടുപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വൃത്തി ഈ സിനിമക്ക് ഉണ്ട് തന്നെ പറയണം. കാരണം 2.5 മണിക്കൂർ ഈ സിനിമ ഒരു ബോറടിയില്ലാതെ കാണാൻ പറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നല്ല അടിപൊളി ഫൈറ്റ് ആണ്. ഏകദേശം ഒരു 5-6 ഒരു 6-7-8 ഫൈറ്റ് ഇതിലുണ്ട്. പക്ഷെ ഒരു ഫൈറ്റ് പോലും നമുക്ക് വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു ഫൈറ്റ് ആയിട്ട് തോന്നുന്നേയില്ല. അതായത് ഫസ്റ്റ് ഒരു സിറ്റുവേഷനിൽ ഒരു ഫൈറ്റ് നമുക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മെല്ലെ 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 ഓരോ കാര്യങ്ങളായിട്ട് പോകുന്നു. അതിലെല്ലാം നല്ല ഫൈറ്റ് വരുന്നുണ്ട്. അർജുനും, അഭിരാമിയും, പ്രീതി മുകുന്ദൻ ഇവരൊക്കെ നല്ല പണി എടുപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സുഭാഷ് കെ രാജ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നല്ല വൃത്തിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതിന്റെ പോലെ തന്നെ വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ കൊണ്ടും നല്ല രീതിയിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട്. ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു കരാട്ട മാസ്റ്ററുടെ ഫാമിലി ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരുവിധ ആൾക്കാർക്കൊന്നും അവരുടെ അടുത്ത് പോയി സംസാരിക്കാനൊക്കെ ഉള്ള ഒരു പേടി ഉണ്ടാവും. ആ രീതിയിലൊക്കെ തന്നെയാണ് ഇവരും ചെയ്തിട്ടുള്ളത്. കാരണം അവരങ്ങനെ വെറുതെ പോയി ഫൈറ്റ് ചെയ്യല്ല. നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോവാനുള്ള ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവർ ചെയ്യുന്നുണ്ട്. ആ ഒരു സംഭവം ഇതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കുറെ പ്രശ്നങ്ങളായിട്ട് വരുന്നു. പിന്നെ അവരുടെ ഫാമിലിയിൽ പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരതിനെ തരണം ചെയ്യുന്നു. ഇത്രയാണ് ഈ സിനിമയിലുള്ളൂ. പക്ഷെ അത് നല്ല വൃത്തിക്ക് എന്ത് രസമാണ്. ഞാൻ പറഞ്ഞാൽ പ്രീതി മുകുന്ദനൊക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ അഭിരാമിയൊക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. കാരണം അർജുൻ ഓൾറെഡി നല്ലൊരു മാസ്റ്റർ തന്നെയാണ്. അങ്ങയുടെ ഫൈറ്റ് ഒക്കെ നല്ല രസമാണ്. കാരണം ഇപ്പൊ അടുത്തൊന്നും ഞാൻ മൂപ്പരെ സിനിമയൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ അർജുന്റെ അതും നല്ല രസമായിട്ട് അങ്ങയുടെ എന്താ പറയാ അടിപൊളിയായിട്ട് ഡയറക്ഷൻ അടിപൊളിയായ കാരണം മൂപ്പരെ ആ ഒരു പ്രവൃത്തിയൊക്കെ നല്ല രസമായിട്ട് കാണാൻ പറ്റും. നല്ല ഫൈറ്റിംഗ് മെന്റാലിറ്റി. അതുപോലെ അഭിരാമിനെ കുറിച്ചും പറഞ്ഞു. അഭിരാമിനൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല അവിടെയൊക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുള്ളത്. അവർ ഫൈറ്റ് ചെയ്യുന്നു. പ്രീതി മുകുന്ദൻ ലാസ്റ്റ് ഞാൻ കണ്ടത് സർവമായ എന്ന് പറയുന്ന സിനിമയിലെ ഒരു എന്താ പറയാ പ്രേമം പൊട്ടിയിട്ടൊക്കെ നടക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പൈങ്കൽ കഥാപാത്രമാണ്. അതിനും മാറിയിട്ട് മൂപ്പര് ഇതിലോട്ട് വന്നു നോക്കുമ്പോ ശരിക്കും ഒരു എനർജറ്റിക് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവര് മൂന്നാൾക്കാർ. അതുകൊണ്ട് എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ഈ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടുന്നതാണ് എന്റെ വിശ്വാസം. നിങ്ങളിൽ എത്ര ആൾക്കാർ ഈ സിനിമ കണ്ടു എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഷുവറായിട്ട് നിങ്ങൾ കണ്ടോ. നെറ്റ്ഫ്ലിക്സിൽ സിനിമ വന്നിട്ടുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് ബ്ലാസ്റ്റ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എനിക്ക് കമന്റ് ആയിട്ട് അറിയണം. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.